കേട്ട് ഷോകടാന്ന്. ഹലോ എവരിവൺ, അങ്ങനെ ഫൈനലി നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഇവിടുത്തെ കുവൈറ്റിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു ഉച്ച കഴിഞ്ഞ് ഞാൻ ഇറങ്ങും. അപ്പം അതാ ബെഡിൽ എൻ്റെ പാക്കിങ്ങിനുള്ള ഐറ്റംസ് എല്ലാം വെതറി വാരി ഇട്ടേക്കാണ്. ഇതെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. ഞാനിങ്ങടെ ആദ്യമായിട്ട് വന്ന ടൈമിലുണ്ടല്ലോ കുറച്ച് ഡ്രസ്സ് മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഇവിടെ എല്ലാവരും ആഗിനേക്കും അവരെല്ലാവരും ഒരുപാട് ഡ്രസ്സും 3 സ്ട്രോളേഴ്സൊക്കെ ആയിട്ടോ. ഞാൻ മാത്രം ഒരൊറ്റ സ്ട്രോളറും ഒരു ഹാൻഡ് ബാഗുമായിട്ട് വന്ന ആളാട്ടോ. അന്നേരം ഞാൻ പറഞ്ഞു അന്നേ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഒരു 6 മാസം 7 മാസമൊക്കെ നിൽക്കുള്ളൂ, മേ ബി ഒരു 1 ഇയർ നിൽക്കുള്ളൂ എന്നുള്ള പ്ലാനിങ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറയും എന്താണെങ്കിലും ഇവിടെ കുറച്ച് നിന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകാനുള്ളതല്ലേ, അപ്പം അധികം ഡ്രസ്സ് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ തിരിച്ചു കൊണ്ടുപോകാൻ പാടായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് വന്ന കേട്ടോ. ഇവിടെ വന്ന് ഇങ്ങനെ എന്താ പറയുക നിന്ന് എല്ലാ മാസം ഇങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളായി. ഈ ഒരു കബേർഡ് ഫുൾ ഓഫ് ഡ്രസ്സാണ് എൻ്റെ. ഇപ്പം അന്ന് അങ്ങനെ പറഞ്ഞു വന്ന് ഞാൻ എന്താ പറയുക 2 കൊല്ലത്തോളം ആയല്ലോ ഇപ്പോൾ ഇവിടെ. ഓരോ തവണ നാട്ടിൽ പോകുമ്പോൾ കുറച്ച് കൊണ്ടുവരും. പിന്നെ ഇപ്പോഴാണ് ആ ഒരു ടൈം വന്നത്. അപ്പോൾ ഈ ടൈം വരെ ഞാൻ എല്ലാ മാസം എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്തോണ്ടിരുന്നു. അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ അന്ന് വിചാരിച്ചിരുന്ന ഞാൻ അത്രയും കാര്യമായിട്ട് വിചാരിച്ചിരുന്ന ആൾക്ക് ഇപ്പോൾ 8ന്റെ പണി കിട്ടിയ പോലെ 2 സ്ട്രോളർ ഉണ്ടായിട്ടും മതിയാവുന്നില്ല. എന്താണെങ്കിലും ഒരു അറ്റത്തുനിന്ന് തുടങ്ങുന്നേ ഉള്ളൂ. തുടങ്ങി നോക്കട്ടെ ഇനി എന്താവും എന്നുള്ളത് അറിയില്ല. ലെറ്റ്സ് സീ. ഒറ്റയ്ക്ക് ഞാൻ പാക്ക് ചെയ്ത് തുടങ്ങിയിട്ട് എൻ്റെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നിയില്ല. കാരണം ഒരുപാടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഫൈനലി ആകിയും ലീനു ആൻറ്റിയും വന്നു. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ പരിപാടി ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാമെന്ന്. പിന്നെ പാവട്ടോ 2 പേര് നിന്ന് എനിക്കെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് തന്നു. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിൽ ഒരു എൻഡിങ്ങും ഇല്ലാത്തൊരു നെവർ എൻഡിങ് സ്റ്റോറി പോലെയായിരുന്നു. പിന്നെ അവർ വന്ന കാരണം കൊണ്ട് വേഗം പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് വേഗം തീർക്കാൻ പറ്റി. അല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടേനെ. കാരണം അത്രയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. പാക്കിംഗ് ഓൾമോസ്റ്റ് ഡൺ. കുറേയൊക്കെ ഞാൻ ഈ കാർട്ടൺ ബോക്സിലാക്കി വെച്ചു. ഡംപ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പാക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല അത്. അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല എന്നൊക്കെ. അതെ, ഇവരാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ലീനു ആൻറ്റിയും ആഗി മോളും മതിയില്ലേ. ഇവനെ ഞാൻ അങ്ങടേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. കമോൺ ഇവനെ എടുക്കണമെങ്കിൽ ഞാൻ കഷ്ടപ്പാടോട് ചെറിയൊരു വാട്ടാക്കി കേട്ടാ. വാട്ടാക്കി ഒന്നും നികത്തണം. ഇവന് മാത്രം എനിക്ക് പുറത്ത് കിടക്കാനായിട്ട് അത്ര മനസ്സുണ്ടായിരുന്നില്ല. കാരണം ആഗിയുടെ റൂമിൽ ഓൾറെഡി ഒരുപാട് മണി പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ആൻറ്റിയുടെയിലും ഉണ്ട്. പിന്നെയും ഞങ്ങൾ നോക്കുന്നതിലും കൂടുതൽ ആൻറ്റി നന്നായിട്ട് നോക്കും. അപ്പം ഞാൻ എപ്പോഴും ആൻറ്റിൻ്റെ അടുത്ത് ഇപ്പോൾ പോകുന്ന ടൈം പറഞ്ഞു ഞാൻ പോയെങ്കിലും ഇതിനകത്ത് നോക്കിയിരുന്നാലും എന്നെ ഓർക്കാലോ. അതിന് ആൻറ്റിനെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഓടിക്കാൻ ഞാൻ എൻ്റെ ചെടി അവിടെ ഓർമ്മയ്ക്കുണ്ടാവണം. അത് ഞാനാണ്, ആ ചെടി ഞാനാണ്. അങ്ങനെ എല്ലാ പാക്കിങ്ങും കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങാണ്. ലാസ്റ്റ് നൈറ്റാണ് കേട്ടോ ഇവിടുത്തെ. അത് ഞങ്ങൾ ആൻറ്റിയുടെ അടുത്ത് കൂടാന്ന് വിചാരിച്ചു ഇറങ്ങി. കരവിരുതാണ് ആൻറ്റിയുടെ. ഹലോ ഹായ് 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 സൈൻ ഓഫ് ഡേ ഇവിടെ. അയ്യോ തലേന ഓർമ്മയില്ലേ. കൈലാഷ് വെച്ചിട്ടുണ്ട്. എത്ര നേരം കൈലാഷ് 11 മണി വരെ ഞങ്ങൾ കൈലാഷ് വെച്ച് കളിച്ചിരുന്നു. എന്നിട്ടാണ് പുട്ടുമുട്ടക്കറി കഴിക്കാൻ പോകുന്നത്. നൈറ്റ് ഈ കുത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നല്ലേ, ഇതിപ്പോൾ ഞാൻ കേൾപ്പിച്ചു തരാം. ഞാനല്ല, ഇതിനകത്തൊരു വോയിസ് നോവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പ്ലേ ചെയ്തപ്പോൾ വന്നതാണ് കേട്ടോ കേൾക്കുന്നത്. അവിടെ ഒരു മൂവി കാണാൻ പോവാണ്. അവിടെ അതിനുള്ള സെറ്റപ്പ് ഒക്കെയാണ് ചെയ്തുകൊണ്ട് വെച്ചേക്കണേ. യെസ്, അപ്പൊ ഇതുകൂടെ കഴിഞ്ഞാൽ ഇപ്പൊ സമയം 11:30 ആയിട്ടുണ്ട് നൈറ്റ്. ഇപ്പൊ ഒരു നൈറ്റ് ഓളാണല്ലോ, നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ ഒരു വ്ളോഗ് കണ്ടപ്പോൾ തന്നെ അറിയാം
രാത്രി മൂങ്ങിയായിട്ട് അവിടെ ഇരിക്കുന്നു. രാത്രി ഒന്നും ഉറക്കില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഓർത്ത് എന്തായാലും ഞാൻ ഇന്ന് നൈറ്റും കൂടി ഇവിടെ ഉള്ളൂ, നാളെ ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കിടന്ന ഒരു മൂവിയൊക്കെ കണ്ട് ഇവിടെ തന്നെ ആൻറ്റിയുടെ അടുത്ത് തന്നെ കൂടാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ രാവിലെ ആയി. കുറച്ച് പാക്കിങ് കൂടെ ബാക്കി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയാണ്. എല്ലാ പാക്കിങ് കഴിഞ്ഞ് ബാഗ്സ് എല്ലാം അപ്പോൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ ആഗിയുടെ ഫ്ലൈറ്റ് ഇന്ന് കൊച്ചിക്കാണ്. അപ്പോൾ ഇന്ന് എന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ആഗി ഫ്ലൈറ്റിലുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാണ് ഗൈസ്, പോവാണ്. ആൻറ്റിയെ കൊണ്ടുവിടുന്നത് കേട്ടോ. അപ്പം എന്നെ ഡ്രോപ്പ് ചെയ്യുന്നത് ആകുവാണ്. ആകും എൻ്റെ കൂടെ ഫ്ലൈറ്റിലുണ്ട്. ആകുവിനെ ഞാൻ ഫ്ലൈറ്റിൽ പിടിച്ചോളാം. നമുക്ക് ഷൂ അപ്പം കേട്ടോ. ബൈ, ഫ്ലൈറ്റിൽ കാണാം. പാട്ട് ഷോ കൂടെ ഒന്ന് അപ്പോൾ ഈ ഒരു വ്ളോഗിൽ അധികം ക്ലിപ്സ് ഒന്നുമില്ല. ജസ്റ്റ് ഞാനിനി വീടെത്തുന്ന അത്രയേ ഉള്ളൂ കേട്ടോ. കാര്യം ഒരുപാട് ഇങ്ങനെ സിൻഡി അടിച്ച് അങ്ങനെയുള്ള എക്സ്പെക്റ്റേഷനിലൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഒന്നുമില്ല. ഒരു ഹായ് ബായ് പറഞ്ഞു പോകുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കൊച്ചി എത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പറയുന്നില്ലെങ്കിലും മനസ്സിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. ഫൈനലി ഇതാ വീടെത്തി. അപ്പം ഇനി അടുത്ത വ്ളോഗിൽ കാണാട്ടോ ഇനിയുള്ള വിശേഷങ്ങൾ. ബൈ.